ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് സ്റ്റോറീസ്. ഈ വീക്കെൻഡ് എന്താ പരിപാടി? ഈ വീക്കെൻഡ് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇന്നലെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്ന് നമ്മളൊരു നല്ല ചായ കുടിക്കാൻ വേണ്ടി പോയിരുന്നു. ഈവനിങ് ആയ ചായ കുടി അത് മാത്രമേ ഉള്ളൂ. അല്ല, ചായ കുടിക്കാനൊന്നും പോകുന്നില്ല. നമ്മള് ചുമ്മാ എവിടെയെങ്കിലും പുറത്തു പോയിട്ട് അത് കഴിഞ്ഞിട്ട് അല്ലേ ഇവിടെ ചായ കുടിക്കാൻ. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി തന്നെയാ പോകുന്നത്. അല്ല, ചുമ്മാ പുറത്തു പോവാ, എവിടെയെങ്കിലും കറങ്ങിയിട്ട് എന്തെങ്കിലും വിശക്കുന്നുണ്ടെങ്കിൽ കഴിച്ചിട്ട് വരും. ചായ കുടി എന്ന് പറഞ്ഞ ഒരു പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഒന്നും ഇല്ല. അപ്പൊ ഇങ്ങനെ ചുമ്മാ ഇറങ്ങാം. ഇങ്ങനെ പറയുന്നതെന്നറിയോ? എന്താ നമ്മളെ അടുത്ത് പറയുന്നുണ്ട് നമ്മുടെ വീഡിയോ ചായ കുടിക്കുന്നത് ഫുഡ് കഴിക്കുന്നതും മാത്രമാണെന്ന്. അങ്ങനെ തോന്നാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇവ ചായ കുടിക്കാൻ പോവല്ലെന്ന് പറഞ്ഞത്. അങ്ങനെയൊന്നുമില്ല. ചായ അല്ല ഫസ്റ്റ് ചായ ഒന്നും കുടിക്കുന്നുണ്ട്. പോവാ എനിക്ക് ഫസ്റ്റ് ചായ നീ കുടിക്കണ്ടേ? ഓക്കെ, പോവാ. ഇനി കൂടുതൽ അടി ഉണ്ടാക്കി ശരിയാവില്ല. എന്നാ നമുക്ക് ഇറങ്ങാം, പോവാ. എവിടെ പോകുന്നത് നമ്മള്? ഇവിടെയെന്നറിയില്ല, ഒരു നല്ല ചായ കണ്ടോ? റോഡിന്റെ നടുക്കൊക്കെ മഴ പെയ്തിട്ട് ഫുൾ കുഴിയായിട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ കുഴിയാവണമെങ്കിൽ റോഡ് പണിതല്ലാത്തോണ്ടായിരിക്കും അല്ലേ? പണിയാത്തോണ്ടായിരിക്കൂലേ? മഴ പെയ്ത കേരളത്തിലെ എല്ലാ റോഡിന്റെ അവസ്ഥ ഇതാണ്. റോഡായിരിക്കും. പിന്നെ പാച്ച് ചെയ്തത് ഈ ഇടയ്ക്ക് വരെ ഇവിടെ ഫുള്ള് കുഴിയായിരുന്നു. ഈ ഇടയ്ക്ക് എന്താ അവര് പാച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറെ സ്ഥലത്തൊക്കെ പാച്ച് ചെയ്തത് മഴ പെയ്തപ്പോ അങ്ങനെ ഒലിച്ചുപോയി. എന്തുകൊണ്ടോ ഈ മെറ്റലൊക്കെ ഇട്ട് പാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒലിച്ചുപോയി. എന്താവുക ഇവര് കറക്റ്റായിട്ട് കുളിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ടാർ ചെയ്യാത്ത ആ പ്രശ്നം മാത്രം പാച്ച് ചെയ്യും. അങ്ങനെ വരുമ്പോ ആ പുതിയ ചെയ്ത ഭാഗം മാത്രം ഗൈസ്. ഇവനെന്നോട് ഈ മരമൊക്കെ വീഡിയോ എടുക്കാൻ പറയുന്നു. എന്തെങ്കിലും സംസാരിക്കാൻ ഈ മരം നോക്കി. മരം എവിടെ വെട്ടിമുറിച്ചിട്ടേക്കുന്നത്? ഞാൻ കണ്ടില്ല. മരം വെട്ടിയത് എന്തിനാന്നറിയോ? മറ്റേ മഴയായതുകൊണ്ടല്ല, മറ്റേ കറണ്ടിന്റെ ലൈനില്ലേ, അതിലേക്ക് തട്ടി നിൽക്കുന്ന ഇതൊക്കെ. അതല്ല, ഓ ഓക്കെ, കാറ്റും മഴ ആയതുകൊണ്ട് റോഡിലേക്കുള്ള ചാഞ്ഞെടുക്കുന്ന വലിയ കൊമ്പൊക്കെ മുറിച്ചതാണ്. ഞാൻ വിചാരിച്ചത് എന്റെ ലോജിക്ക് വേറെ അങ്ങോട്ട് കഴിച്ചു ഇതല്ലായിരുന്നു. പക്ഷെ ഈ മരം ഇങ്ങനെ വെട്ടാൻ പാടില്ല. ആതിര ഈസ് എ കംപ്ലീറ്റ് റൈഡർ ബ്രോ. പതിയെ പോയാൽ മതിയേ. എൻ്റെ സ്പീഡൊന്നും ഇതിൽ കാണിക്കില്ല. നല്ല മഴയൊക്കെ കഴിഞ്ഞ് നല്ല വെയിലിപ്പോ. കണ്ണിലടിക്കുന്നു. കൊള്ളാം, നല്ല ക്ലൈമറ്റ്. ഇൻഫോ പാർക്കിന്റെ എക്സിറ്റ്. നമ്മൾ ഇൻഫോ പാർക്കിൽ നിന്ന് പുറത്ത് വന്നു. ഇതെന്താ ഇവിടെ എത്ര പേര് നിൽക്കുന്നത്? ഇഷ്ടംപോലെ ആൾക്കാർ നിൽക്കണമല്ലോ. എന്താ സംഭവം എന്നൊന്നും അറിയില്ല. എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ഇവര് മറ്റേ ടൂറും എല്ലാം വന്നായിരിക്കും അല്ലേ, ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. കേറിപ്പോ, പേടിക്കാണ്ട്. എന്ത് കാറ് എപ്പോഴും എന്തായാലും ചെയ്യും. ഇവിടെ കുറെ പേര് നിൽക്കുന്നുണ്ടല്ലോ. അവിടെ ഒരു വൈബ് സ്പോട്ട് കേട്ടോ. അവിടെ വന്ന് നിന്റെ പേര് വെറുതെ കായലും കണ്ടിരിക്കാൻ പറ്റും. എവിടെയാണെന്നറിയോ? കാക്കനാട് രാജഗിരിയുടെ ബാക്കിൽ, രാജഗിരി കോളേജിന്റെ ബാക്കിൽ. നമ്മളൊരു പ്രാവശ്യം പോയിട്ടുണ്ട്, ചുമ്മാ മറ്റേ കായൽ കാണാൻ വേണ്ടിട്ട്. പണ്ടത്തെ ബോട്ട് ചെട്ടി. അതല്ല, അത് കഴിഞ്ഞിട്ട് ഇപ്പറേ മറ്റേ വിബിയുടെ ഒക്കെ അവിടെ ആയിട്ട്. ഈ പട്ടിനെ കൊണ്ടുപോകാം നമുക്ക്. ഹലോ ഗായ്സ്, നീ എന്താ ആടിക്കളിക്കുന്നേ? ഞാനാണ് ആടിക്കളിക്കുന്നത്. ഞാൻ അങ്ങോട്ട് ചെറുതായിട്ട് തിരിഞ്ഞു. ഞാൻ ആടിക്കളിക്കുന്നൊന്നുമില്ല.
ഞാൻ അടുത്തൊന്നുമില്ല, ചിലപ്പോ ഏറെ കുറവായിരിക്കും. പട്ടിനെ കണ്ടപ്പോ എന്റെ തത്തി തത്തി കളിക്കുന്ന എന്താ, അതിനെ ഇടിച്ച് തൂക്കുവോ? എവിടെയാ പോകണ്ടെന്ന് അറിയാണ്ട് ഇരുമ്പരം വന്നു. ഇരുമ്പരം നമ്മളന്ന് ഒരു ബോട്ടിന്റെ ഏതാത് സ്ഥലം, ഒരു കായലിന്റെ സൈഡ് ബോട്ടിംഗ് ഒക്കെ ഉള്ളത്, കയാക്കിംഗ് ഒക്കെ ഉള്ള അവിടെ പോയിരുന്നു. അപ്പൊ അങ്ങോട്ട് തന്നെ ഏതോ ഒരു വീഡിയോ കണ്ട് റീല്. അപ്പൊ അത് വ്യൂവും സൺസെറ്റും കയാക്കിംഗ് ഉണ്ട്, അങ്ങനെ എന്തോ കണ്ടിട്ടാ വന്നത്. അപ്പൊ അങ്ങോട്ട് പോയിട്ട് അതിലേക്കൂടെ ചുമ്മാ അങ്ങോട്ട് നേരെ പോവാന്ന് ഓർത്ത്. ചിലപ്പോ നല്ല നാട്ടുംപുറമൊക്കെ ആയിരിക്കും നിർത്ത് അല്ലേ. നേരെ പോകും. ഇപ്പൊ നമ്മൾ അവിടെ ബോട്ടിങ്ങിന്റെ ആ സ്ഥലത്തെത്തും. ബോട്ടിംഗ് അല്ല അത്, കയാക്കിംഗ് അല്ലേ ഉള്ളത്. പെഡൽ ബോട്ടും കയാക്കിങ്ങും. നേരെ പോവും. നോക്കി ഇന്ന് ഇവിടെ നല്ല തിരക്കുണ്ടല്ലോ. ഇവിടെ നല്ല തിരക്കാ. നമ്മളന്ന് വന്നപ്പോ അത്ര തിരക്കില്ലായിരുന്നു, ഇന്ന് ഭയങ്കര തിരക്കാന്ന് തോന്നുന്നു. കറക്റ്റ് ഇതാ സമയം. ഇവിടെ ചായയൊക്കെ ഉണ്ട് കേട്ടോ. ആ ഇപ്പൊ കേറ്റി കൊന്നേരാ. ബ്രേക്കൊക്കെ ഉണ്ട്. ആ ചേട്ടനെ ഇപ്പൊ കൊന്നേനെ നീ. ഇവിടുന്ന് ചായ കുടിക്കാം, അവിടെ ചായ ഉണ്ടല്ലോ. ഓ ഇവിടെ വെള്ളം കയറി കേട്ടോ റോട്ടില്. നമുക്ക് പോകാൻ പറ്റും, നല്ല വൈബായിരിക്കും ആ വെള്ളത്തിൽ കൂടെ. നമ്മളിവിടെ എത്തി. ഇവിടുന്ന് ചായ കുടിക്കാൻ നിർത്തി. ഇവിടെ നല്ല തിരക്കുണ്ട്. അപ്പം നല്ല ചായ കിട്ടും തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ തിരക്കൊന്നും ഈ കടയേ ഇല്ലായിരുന്നു. ഇവിടെ ചായ മാത്രമേ ഉള്ളൂ അല്ലേ. ആ ഈ വേറെ എന്തൊക്കെയുണ്ട് കഴിക്കാൻ? അതെന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? അല്ല അന്ന് ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. അന്ന് ഈ കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ആൾക്കാരും ഇല്ലായിരുന്നു. കട ഓണല്ലായിരുന്നു. അല്ല അന്ന് വീഡിയോയിൽ കണ്ടിട്ട് ഇവിടെ നിന്ന് നല്ല ഫുഡ് കഴിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആ കടയിലൊന്നും ഇല്ലായിരുന്നു. കഴിക്കാൻ എന്താ? എല്ലുംകപ്പയും ബ്രെഡും ചിക്കൻ സ്റ്റൂ, പാൽക്കപ്പ. ആ ചിക്കൻ സ്റ്റൂ, ബീഫ് സ്റ്റൂ. എല്ലുംകപ്പ അറിയില്ല, മറ്റേ കപ്പ ബിരിയാണി അല്ലേ. ആ എല്ലുംകപ്പ ബീഫാ. ചായ. ആ അതെ. കണ്ടോ നിന്നെ ഇവിടെ വന്നിട്ട് എന്താ പറഞ്ഞ? എല്ലുംകപ്പയല്ലേ? എല്ലുംകപ്പയും പിന്നെ 2 ചായയും പറഞ്ഞിട്ടുണ്ട്. അല്ല കപ്പ ബിരിയാണി അല്ല. കപ്പ ബിരിയാണിയിൽ അതിന്റെ ചിക്കൻ അല്ലല്ലോ, ബീഫ്. ചിക്കൻ അല്ല, ബീഫ് നല്ല ഇറച്ചിയായിരിക്കും. ഇത് കൂടുതൽ എല്ലായിരിക്കും. എല്ലുകപ്പ എന്താ നല്ല ടോൺ ആയിട്ടില്ലേ? ബ്ലഷ്ഡ് ആയിട്ടുണ്ടോ? ബ്ലഷ്ഡ്, സൺ കിസ്ഡ്, സൺ ബ്ലസ്ഡ്, സൺ കിസ്ഡ്. അതെ. ഇവിടെ ചേട്ടൻ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ട് ഓടി കളിക്കുന്നുണ്ട്. ഡ്രിഫ്റ്റിംഗ് കേട്ടോ. ഓ സീന് ഫുള്ള് ഷോ ഓഫ് ആട്ടോ. ഇതൊക്കെ ചെറുത് കറക്റ്റ് എടുക്കും തോന്നുന്നു. അതേപോലെ നീ പോയി ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇരുന്നിട്ട് കാര്യമല്ല, അതേപോലെ ചെയ്യണം, കറക്കി കളിക്കണം. പക്ഷെ അന്ന് വന്നപ്പോൾ ഇത്ര വെള്ളം ഇല്ലായിരുന്നല്ലോ. ആ ലൈറ്റ് ചായ എന്ന് പറഞ്ഞതാ. ലൈറ്റ് ചായ എന്ന് പറഞ്ഞാൽ പൊടി കുറവുള്ള ചായ. ബാക്കിയെല്ലാം യൂഷ്വലി ചായ ഇടുന്നത്. എന്ത് പൊടി? ചായപ്പൊടിയാ? ചായപ്പൊടി. ഓ ഈ ലൈറ്റ് ചായ എങ്ങനെയുണ്ട്? ഈ ലൈറ്റ് ചായയിൽ പാലും കൂടെ കുറവല്ലേ? എല്ലായിടത്തും അങ്ങനെ ആണല്ലോ ഇപ്പോൾ.
എല്ലും കപ്പയും വന്നു. നമ്മുടെ എല്ലും കപ്പയും ചായയും വന്നു. എല്ലും കപ്പ നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലേ? 2 പേർക്കോ 3 പേർക്കാണെങ്കിലും കഴിക്കാം ഈവനിങ് വൈകിട്ട്. എങ്ങനെയുണ്ട്? ടേസ്റ്റാണോ? ഇഷ്ടപ്പെട്ടോ? എന്നാ ഒറ്റയ്ക്ക് കഴിച്ചു തീർത്തോ? ഓ കഴിക്കാൻ നോക്ക്. എൻ്റെ വായിൽ കയറുമോ? ഇറച്ചിൻ്റെ കൊടുത്തോ? കിട്ടിയോനെ കുറേ കിട്ടി, ഇനി കൊടുക്കണില്ല. ഇവിടെ ഈ റോഡിൽ വെള്ളം കയറി. ഇതിൽ കൂടെ പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നമ്മളെന്തായാലും വണ്ടി ഇവിടെ നിർത്തി. പക്ഷെ വലിയ ഇതൊന്നും ഇല്ല, പോകാൻ പറ്റും. പക്ഷെ സ്കൂട്ടർ ആയതുകൊണ്ട് ഒരു ഡൗട്ട്. അതിനകത്ത് സൈലൻസറിലെല്ലാം വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കും. എവിടം വരെ ഉണ്ട്? ഇതിലെ കൂടെ ട്രെയിൻ പോകുന്നുണ്ട്. ഇതിലെ കൂടെ അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ, ചുമ്മാ പോയി നോക്കാന്നുള്ളൂ. എങ്ങനെ പോയാലോ? ഈ വെള്ളത്തിൽ കൂടെ ഒരു ബൈക്ക് വരുന്നുണ്ടേ, നമുക്ക് നോക്കാം എത്ര വെള്ളമുണ്ട്. സിമ്പിളായിട്ട് വരും, അത്ര വെള്ളമൊന്നും ഇല്ല, സിമ്പിളായിട്ട് വരാൻ പറ്റും. എന്താ നോക്കുന്നേ? മൽബറി പറിക്കാനാ? ചാടി പറിച്ചോ? കിട്ടൂല, അവിടെ ഒന്നും ഇല്ലല്ലോ. അതൊന്നും കിട്ടൂല. ആ ഇത് പറിക്കാം. അയ്യോ പോയി. ആ അവിടെയൊക്കെ കൊറേ ഉണ്ട്. ഇതേ ഫ്രണ്ടിലുള്ള എല്ലാം ഇവര് പറിച്ചു. മുകളിലുണ്ടോ? ആ ഇത് പിടിച്ച നീ കാണിച്ചതിന്റെ കാര്യമില്ല, അതായത് പറിക്കാൻ പറ്റില്ല, അത് നല്ല ഹൈറ്റിലുണ്ട്. ഓ ഒരെണ്ണം കിട്ടി. അയ്യോ നല്ല ഹൈറ്റില്ല, ഒരു ആവശ്യമില്ലായിരുന്നു. അയ്യോ ഇതെന്തി? അയ്യോ അത് പോയോ? ആ അത് താഴെ വീണു ഗൈസ്. ഒന്ന് കിട്ടിയല്ലോ, അത് കഴിച്ചോ? എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? മൾബറി പറിച്ച് തിന്നിട്ട് ഇവിടുന്ന് ഓടുവാണ് ഗൈസ്. എന്താ പോവാണോ? എന്നെ കൂട്ടുന്നില്ലേ? വണ്ടി സ്റ്റാർട്ടാവുന്നില്ല? കമാൺ, ഇതിലേ കൂടെ പോവാ. ഇങ്ങോട്ട് പോവാ, അവിടെ പോയി നോക്കാം എന്താന്ന്. പോ എന്നാ അവിടെ ഇട്ട് തിരികെ. എന്തിനാ പേടിക്കുന്നേ? ഇവിടെ ഒന്നും ഇല്ലല്ലോ. മാങ്ങ മരം, മാങ്ങ ഉണ്ടോ ഇതില്? ഈ സ്ഥലമൊക്കെ നോക്ക്, നല്ല രസമുണ്ട്. ഇവിടെ തിരിച്ചോ. എന്താ മോനെ ഓടി വരുന്നേ? എവിടെ പോന്ന്? അവിടെ എന്നെ അങ്ങോട്ട്, അവിടെ ഒന്നുമില്ലേ? അങ്ങോട്ട് റോഡുണ്ടോ? പോട്ടെ പോട്ടെ. ഇതിൻ്റെ അകത്തൊക്കെ വീടുണ്ട്. ഇതുപോലത്തെ സാധനത്തിന് നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടോ? സ്കൂട്ടറിലിരുന്ന് തുള്ളി കളിക്കുന്നു. ഇവൻ ഇങ്ങനെ തുള്ളും, ഈ ടയർ പഞ്ചർ ആവില്ലെന്നാണ് എന്റെ ഡൗട്ട്. നോക്കി നല്ല രസാ. നമ്മളവിടെ എത്തുവോ? അത് മറ്റല്ലേ സ്പീഡ് പോകുമ്പോ.
നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സ്റ്റുഡിയോ വന്നു. സ്റ്റുഡിയോയിൽ കുറച്ച് സാധനം ഇനി എന്തെങ്കിലും ഒക്കെ വാങ്ങാനുണ്ട് അല്ലേ? കുറച്ച് സാധനം നോക്കാനുണ്ട്. നോക്കിയിട്ട് നല്ല എന്തെങ്കിലും കിട്ടിയാൽ വാങ്ങും. ഇനി കയറിയിട്ട് നോക്കാം അല്ലേ? പോവല്ലേ? നമ്മൾ തൃപ്പൂണിത്തറ സൈഡിൽ ഇപ്പോൾ ഇത് തൃപ്പൂണിത്തറ നമ്മളിപ്പോൾ കളമശ്ശേരി പോകുന്ന വഴിക്ക് വന്നു. നമ്മൾ കാക്കനാടുള്ള സ്റ്റുഡിയോ ക്ലോസ്ഡ് ആണ്. അത് എന്തോ റിനോവേഷൻ ആണെന്ന് തോന്നുന്നു. മഞ്ഞ കളറ് അത് ഫ്രണ്ടാണോ ബാക്കാണോ? ആ ഓ ബാക്കിൽ പുതിയ മോഡലാ. എടുത്തോ. നമ്മൾ സ്റ്റുഡിയോയിൽ കയറി അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങി. ഒരു അരമണിക്കൂർ എടുത്തില്ലേ? അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്കൊന്നു അതെ നല്ല ദാഹിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഒരു സോഡ ചേർത്ത് കുടിക്കുന്നു. ഭയങ്കര ചൂട്. ഇന്ന് മഴ പെയ്യാത്തോണ്ട്. ഇന്നലെ വരെ മഴ പെയ്തിട്ടുണ്ട്, പക്ഷെ ഇന്നൊരു ദിവസം മഴ ഇല്ലാന്നപ്പോഴേക്കും നല്ല ചൂട്. ഇതില് നല്ല മഴയാ. മഴയാകുമ്പോ നമുക്ക് കോട്ടൊക്കെ ഇട്ട് പോവാലോ. എനിക്ക് സ്വെറ്റ് ആവുന്നുണ്ട്, ചൂടെടുക്കുന്നു. സാധാരണ മഴയൊക്കെ പെയ്ത അടുത്ത ദിവസം ഒന്നും അത്ര ചൂടുണ്ടാവില്ല. ഈ ഇടയ്ക്ക് നല്ല ചൂടെടുക്കുന്നുണ്ട്. വീക്കെൻഡ് എന്തായി? ഇനി വീക്ക് ഡേയ്സ്. അപ്പോൾ അത്ര ഉള്ളൂ അല്ലേ? ഇന്നത്തെ ദിവസം അത്ര ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീക്കെൻഡ് ബ്ലോഗിൽ കാണാം. ബൈ.